നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ആസ്ട്രോമീഡിയ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദീർഘായുസ് നിർണ്ണയിക്കാനുള്ളതായ 18 യോഗങ്ങളാണ്. ദീർഘായുസ് നിർണ്ണയിക്കാനുണ്ട് യോഗങ്ങൾ, അല്പായുസ് നിർണ്ണയിക്കാനുണ്ട് യോഗങ്ങൾ. ഇതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഒരാളുടെ ജാതകം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടുകാർ ചോദിക്കും ദീർഘായുസ്സുണ്ടോ. മനുഷ്യന് 4 തരത്തിൽ ആയുസ്സുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അല്പായുസ്, മധ്യായുസ്, ദീർഘായുസ്, അമിതായുസ്. അല്പായുസ് എന്ന് പറയുമ്പോൾ 30 വയസ്സിന് ചോടെ ജീവിച്ചിരിക്കുക. 30 മുതൽ 60 വരയ്ക്ക് മധ്യായുസ്സാണ്. 60 വയസ്സ് മുതൽ 90 വയസ്സ് വരയ്ക്ക് ദീർഘായുസ്സാണ്. 90 വയസ്സ് മുതൽ 120 വയസ്സ് വരയ്ക്ക് അമിതായുസ്സാണ്. അതായത് മനുഷ്യന് 120 വയസ്സ് വരയ്ക്ക് കലിയുഗത്തിൽ ജീവിച്ചിരിക്കാവുന്ന സാരം. ഈ നമ്മളെ ദശാസംവത്സരങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 120 കിട്ടുക. ആനയ്ക്കും മനുഷ്യനും ഒരേ ആയുസ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കലിയുഗാവസാനം എത്തുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ പൂർണ്ണായുസ് 20 ആവും എന്നുള്ളതൊക്കെ പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അത് വേറെ കാര്യം. എന്നിരുന്നാലും നമുക്ക് ഈ യോഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാം. നമ്മുടെ ജ്യോതിഷ പാഠങ്ങളെല്ലാം 400-ലധികം വീഡിയോസ് ആയിട്ടോ വലിയൊരു ലൈബ്രറി ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ലൈബ്രറി ആയിട്ടുണ്ട്. ആവശ്യം വരുന്ന പക്ഷം എന്ത് കാര്യം സെർച്ച് ചെയ്താലും കിട്ടുന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആസ്ട്രോമീഡിയ ചാനൽ 1 ഒരു സെക്കൻഡ് ചാനൽ കൂടിയും തുടങ്ങിയിട്ടുണ്ട്. അതിൽ വീഡിയോകൾ, നല്ല നല്ല വീഡിയോകൾ വരും. ഇതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൽ നമ്മൾ സംവദിക്കും. അത് കുറച്ചുകൂടി ലഘുവായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. അതിലിപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതിൽ പുതിയ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും. ആ ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആസ്ട്രോമീഡിയ 20 പ്രമോദ് പണിക്കർ ടോക്സ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം. നമുക്ക് ഇതിൻ്റെ യോഗങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. നമ്മൾ ഈ ചാനലിൽ മുഴുവൻ പ്രമാണ പരിസരം മാത്രമേ നമ്മൾ അതൊക്കെ പറയാറുള്ളൂ. അപ്പോൾ അതിനൊരു പ്രമാണമുണ്ട്. ബലവത്വം വിലഗ്നേന്തോ ശുഭയോഗശുഭേക്ഷണം കേന്ദ്രത്രികോണരന്ധ്രാർത്ഥേഷേനയോ ശുഭസംസ്ഥിതി തൃഷടായേഷ സദ്വാസോ വിശേഷേണ ഗുരുദയ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. പദം മുറുക്കിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. ഗുരുചന്ദ്രമസോര്യോഗ കേന്ദ്രേ ലഗ്നപദേ സ്ഥിതി ജന്മേശേ സംസ്ഥിതിശ്ചാത്ര ബലവത്വം തയോർദ്ധയോ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ. അപ്പോൾ അതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കണം. പല ആൾക്കാർ തർക്കിക്കാനൊക്കെ വരാറുണ്ട്. ഇതിനോടകം തന്നെ അതൊരു ശുക്രൻ്റെ 3-ാം ഭാവത്തിൽ സ്ഥിതി, അത് പ്രമാണ പരിസരം പറഞ്ഞതാണ്. അതിൽ തർക്കിക്കാൻ ഒരുത്തൻ വന്നിട്ട് എന്തൊക്കെയോ അതിൽ തർക്കം ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വിലക്കെടുക്കണ്ട. കാരണം ശാസ്ത്രം പ്രമാണസഹിതം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു തർക്കത്തിന് ഉള്ള ഒരു സ്കോപ്പൊന്നുമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിക്കുക എന്നുള്ളതിൻ്റെ കാര്യമൊന്നുമില്ല. എത്രയോ ആളുകൾക്ക് അനുഭവം വന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശുക്രൻ്റെ ലഗ്നം മുതൽ 12 ഭാവം വരയ്ക്കുള്ളതായ ഭാവഫലം പറഞ്ഞ സമയത്തെ ഈ ചങ്ങാതി ചിലപ്പോൾ ചാരവശാൽ വരുന്ന ഫലങ്ങളായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെല്ലാം ആർഷത്വമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. ഒരാളുടെ മുൻപിൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയുമ്പോൾ അതിന് പ്രമാണ പരിസരം പറഞ്ഞു നോക്കൂ, അതിന് വാല്യുബിളാണത്. ഇപ്പോൾ പ്രമാണം പറയാണ്ട് അല്ലെങ്കിൽ ജ്യോതിഷം ശരിക്കും പഠിക്കാണ്ട് ഹാപ്പിലായിട്ടുള്ള ഒരുപാട് ആൾക്കാരേനൊക്കെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ചാനൽ ചർച്ചയിലൊന്നും വന്നിട്ട് ഇരുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം, ഗ്രന്ഥത്തിലുള്ളതായിരിക്കണം. ആ ഗ്രന്ഥം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതായ പ്രശ്നമാർഗോ ഹോരേ ഫലദീപികയോ ജാതകാദേശോ ജാതക പരിജാതകോ ദശാധ്യായ വ്യാഖ്യാനോ ഹോരയുടെ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോ അപൂർവാർത്ഥ പ്രദർശിക അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പറഞ്ഞ കാര്യം ഒരാൾക്കും ഖണ്ഡിക്കാൻ സാധ്യമല്ല. ശാസ്ത്രത്തെ ഖണ്ഡിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ശാസ്ത്രീയമായിരിക്കണം നമ്മൾ പറയണത്. അപ്പോൾ പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയേണ്ട ഒരു സംഗതിയല്ല ജ്യോതിഷം. ജ്യോതിഷത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി ചിലപ്പോൾ ആവർത്തിച്ച് പറയേണ്ടതായി വരും. ഇത് നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അത് പെട്ടെന്ന് വിഴുങ്ങുക എന്നിട്ട് വെള്ളം കുടിക്കാതെ പറ്റില്ല. അത് കേൾക്കാൻ സമയമുള്ള ആളുകൾ സമയമെടുത്ത് കേൾക്കട്ടെ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യണത്. കാരണം ഒരു കാര്യം കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം അത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാനതിൻ്റെ ഭാഷ പറഞ്ഞു തരാം. ഒന്ന്, ലഗ്നത്തിന് ബലം ഉണ്ടാവുക. ഈ ലഗ്നത്തിന് ബലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
നമ്മൾ രാശികളുടെ ഉദയത്തെയാണല്ലോ ലഗ്നം എന്ന് പറയുക. 12 രാശികളുണ്ട്. 2 മണിക്കൂർ കൂടുമ്പോൾ ഓരോ രാശികൾ ഉദിച്ച് അസ്തമിക്കുന്നു. അത് രാത്രി രാശിയാണോ പകൽ രാശിയാണോ എന്നൊക്കെയുള്ള മനസ്സിലാക്കണം. അതിനൊരു ലേശം ജ്യോതിഷ ജ്ഞാനം ആവശ്യമാണ്. പിന്നെ പകൽ ബലമുള്ള രാശികളുണ്ട്, രാത്രി ബലമുള്ള രാശികളുണ്ട്, പൃഷ്ഠോദയം, ശീർഷോദയം, ഉഭയോദയം, ഇങ്ങനെയൊക്കെ രാശികളുണ്ട്. നമ്മളത് മുൻപത്തെ വീഡിയോകളിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് വീണ്ടും ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ടാകണം, ദൈവത്തെ മനസ്സിലാക്കേണ്ട കാര്യമാണത്. രണ്ടാമത് ചന്ദ്രലഗ്നത്തിന് ബലം ഉണ്ടാവണം. ലഗ്നത്തിന് ബലം ഉണ്ടാവണം, ചന്ദ്രലഗ്നത്തിന് ബലം ഉണ്ടാവണം. അതായത് വെളുത്ത പക്ഷത്തിൽ പഞ്ചമിക്ക് ശേഷമുള്ള ചന്ദ്രനാണെങ്കിൽ ചന്ദ്രന് ബലമുണ്ട്. ചന്ദ്രന് പക്ഷബലമാണ്. ഉച്ചോ അല്ലെങ്കിൽ സ്വക്ഷേത്രം ഒന്നല്ല ചന്ദ്രൻ്റെ ബലം, ചന്ദ്രന് പക്ഷബലമാണ്. ലഗ്നത്തിന് ശുഭയോഗം ഉണ്ടാവുക. ലഗ്നത്തിന് വിലഗ്നേന്തോ ബലവത്വം ശുഭയോഗ ശുഭേക്ഷണം, ശുഭയോഗം ഉണ്ടാവുക. ഇതന്നെ ചന്ദ്രനും ഉണ്ടാവുക. ചന്ദ്രന് ലഗ്നാണേ. അപ്പോൾ ചന്ദ്രലഗ്നത്തിന് ശുഭയോഗം ഉണ്ടാവുക. ശുഭേക്ഷണം, ലഗ്നത്തിന് ശുഭദൃഷ്ടി ഉണ്ടാവുക. ചന്ദ്രലഗ്നത്തിന് ശുഭദൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ 6 യോഗങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ യോഗം ലഗ്നാൽ കേന്ദ്രം ത്രികോണം അഷ്ടമം 2ാം ഭാവം. ഇവിടെ ശുഭസ്ഥിതി. ലഗ്നാൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നം മുതൽ 4ാമത്തെ രാശി, 7ാമത്തെ രാശി, 10ാമത്തെ രാശി. ത്രികോണം എന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ 5ാമത്തെ രാശി, 9ാമത്തെ രാശി. അഷ്ടമം എന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ 8ാമത്തെ രാശി. 2ാം ഭാവം എന്ന് പറയുമ്പോൾ 2ാം ഭാവം തന്നെ. അപ്പോൾ ഇവിടെ അനയോഹോ കേന്ദ്ര ത്രികോണ രന്ധ്ര അർത്ഥേഷു ശുഭസ്ഥിതി. അപ്പോൾ ഈ പറയുന്ന ഭാവങ്ങളിലൊക്കെ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടാവുക. വ്യാഴം, ബുധൻ, പാപയോഗമല്ലാതെയുള്ള ബുധൻ, ശുക്രൻ എന്നൊക്കെ പറയാം. ശുക്രനെ അവിടെ കൂട്ടാട്ടോ. അപ്പോൾ ശുക്രൻ്റെ യോഗം ചില സ്ഥലത്തേക്ക് ബലമില്ലാതെ ആയുർദായ വിഷയത്തിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടേക്കല്ല. ശുക്രൻ്റെ യോഗവും ഇവിടെ നമുക്ക് പരിഗണിക്കാം. ഇത് തന്നെ ചന്ദ്രനും ഉണ്ടാവണം. ചന്ദ്രലഗ്നാൽ അതായത് ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ 4, 7, 10 ഒക്കെ ശുഭഗ്രഹങ്ങൾ ഉണ്ടാവുക. 5, 9 ശുഭഗ്രഹങ്ങൾ ഉണ്ടാവുക. 8ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും എന്തുണ്ടാവും? ദീർഘായുസ് ഉണ്ടാവും. പിന്നെയോ ശുഭസ്ഥിതി ത്രിഷഡ് ആയേഷു. ത്രി എന്ന് പറയുമ്പോൾ 3, ഷഡ് 6, ആയം 11. അപ്പോൾ ഈ ഭാവങ്ങളിലൊക്കെ, അതായത് ലഗ്നാൽ 3, 6, 11, ഈ ഭാവങ്ങളിൽ ആര് വേണം? പാപയോഗം, അസദ്വാസ. അവിടെ പാപയോഗം ഉണ്ടെങ്കിൽ നല്ലതാണ്. 3, 6, 11 കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു ഉപജയഭാവം എന്നൊക്കെ പറയാറുണ്ട്. അവിടെ പാപയോഗം വന്നിട്ടുണ്ടെങ്കിലും എന്തുണ്ടാവും? ദീർഘായുസ് ഉണ്ടാവും. പ്രത്യേകിച്ച് പാപയോഗം എന്നെടുത്ത് പറഞ്ഞിട്ട് ശുഭസ്ഥിതി പറഞ്ഞു. അതിന് ശേഷം ത്രിഷഡ് ആയേഷു. 3 എന്ന് പറഞ്ഞാൽ 3, ഷഡ് എന്ന് പറയുമ്പോൾ 6, ആയം എന്ന് പറയുമ്പോൾ 11. ഇവിടേക്ക് പാപയോഗം ഉണ്ടാവുക. പിന്നെയോ ലഗ്നത്തിൽ വ്യാഴയോഗം ഉണ്ടാവുക. വിശേഷേണ ഗുരുദയ. വിശേഷേണ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ലഗ്നത്തിൽ വ്യാഴയോഗം ഉണ്ടാവുക. ചന്ദ്രന് വ്യാഴയോഗം ഉണ്ടാവുക. അപ്പോൾ 12 യോഗങ്ങൾ കഴിഞ്ഞു. പിന്നെയോ ഗുരുചന്ദ്രമസോ യോഗ. അതായത് ലഗ്നാൽ കേന്ദ്രത്തിൽ വ്യാഴം ഉണ്ടാവുക. ലഗ്നാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക. ഗുരു ചന്ദ്രമസോ, അതായത് ഗുരു ലഗ്നത്തിൽ വന്നു, ചന്ദ്രൻ്റെ കൂടെ ഗുരു വന്നു. ഇനി അടുത്തത് ലഗ്നാധിപൻ കേന്ദ്രഭാവത്തിൽ വരിക. ലഗ്നാധിപൻ ഏതാണോ ഗ്രഹം, ആ ഗ്രഹം ലഗ്നത്തിലോ അതിൻ്റെ 4, 7, 10 വരിക. ചന്ദ്രലഗ്നാധിപൻ അതിൻ്റെ 4, 7, 10 വരിക. ലഗ്നാധിപൻ ബലവാനായിരിക്കുക. ഉച്ചം സ്വക്ഷേത്രം, മൂലത്രികോണം പോലെയുള്ള ബലത്തോടു കൂടിയിട്ട് ലഗ്നാധിപൻ നിൽക്കുക. ചന്ദ്രലഗ്നാധിപൻ ഇതേപോലെ തന്നെ സ്വക്ഷേത്രബലോ, ഉച്ചബലോ, മൂലത്രികോണബലോ, ബന്ധുക്ഷേത്രബലത്തോടു കൂടിയിട്ട് നിൽക്കുക. ലഗ്നാധിപൻ 11 വരിക. ലഗ്നപതേ കേന്ദ്രസ്ഥിതി അത്ര ജന്മേശ സംസ്ഥിതം തദ്വയോഹോ ബലവത്വം ആനയോഹോ ആയ സംസ്ഥാനം എന്ന് പറയുമ്പോഴോ 11ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുക. ചന്ദ്രലഗ്നാധിപൻ 11 നിൽക്കുക. അപ്പോൾ ഇങ്ങനെ 18 യോഗങ്ങൾ നമുക്ക് എന്തുണ്ട്? ദീർഘായുസ് നിർണ്ണയിക്കാനുള്ളതായ യോഗ. വെറുതെ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ പോരാ. കണ്ടോ, അതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയതയോടുകൂടിയ ശാസ്ത്ര പിൻബലത്തോടു കൂടിയ കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ ജ്യോതിഷത്തിലെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ജ്യോതിശാസ്ത്രം അതീവ രഹസ്യമാണ്. അത്
ഉത്തമനായിരിക്കുന്ന ശിഷ്യന് ഉപദേശിക്കണം, അല്ലാത്തത് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുമെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഈ ഉത്തമനായിരിക്കുന്ന ശിഷ്യൻ എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ളവനായിരിക്കും. ഉത്തമനായിരിക്കുന്ന ശിഷ്യൻ ഗുരുവിനെ ശുശ്രൂഷിച്ച് കൂടെ നിന്നതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കിട്ടണ സമയത്ത് അതിനൊന്നും വലിയ വാല്യൂ തോന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ തർക്കിക്കാനൊക്കെ വരും. അവരെ അവജ്ഞയോടെ തള്ളുക. ശാസ്ത്രം തർക്കിക്കാനുള്ളതല്ല, ശാസ്ത്രം ഭക്തിയോടുകൂടി മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള യഥേഷ്ടം ആളുകൾ ഈ വീഡിയോ ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അവരുടെ കയ്യിലെത്തട്ടെ. നമ്മൾ ജ്യോതിഷത്തെ വികൃതമാക്കുന്ന രീതിയിലുള്ളതായ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സൗന്ദര്യമുള്ള നക്ഷത്രക്കാർ, കോടീശ്വരൻ യോഗമുള്ള നക്ഷത്രക്കാർ 5 പേര് ചേർന്ന് പ്രശ്നം വെച്ചു, നിങ്ങളുടെ 4 പേരും അയച്ചൊരു പൂജ ചെയ്യാം, വെറും തട്ടിപ്പാണ്. എന്താ വെച്ചാൽ ആ മെസ്സേജ് കിട്ടും. അവരാ ശുദ്ധ മനസ്സുള്ള പാവങ്ങൾ അത് വിശ്വസിച്ചിട്ട് ആ മെസ്സേജൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് അത്രയും മെസ്സേജ് വന്നു, അവർക്ക് വീഡിയോ കയറി റീച്ചായി. ഇതൊക്കെയാണ്. ഇതിനൊന്നും വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യരുത്. 10 ആളെ കേട്ടുള്ളൂ എങ്കിൽ അത് മതി. അതാ വേണ്ടത്. ശാസ്ത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. ആസ്ട്രോമീഡിയ പോലെയുള്ള ചാനൽ, അപൂർവം കുറച്ച് ചാനലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പേര് എടുത്ത് പറയണില്ല, അത് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് അവരുടെ ചാനലുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. നല്ല ആൾക്കാരുണ്ട്, നന്നായി പഠിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കേൾക്കുക, കാണാം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ പ്രചോദനം. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ വ്യാഴമറ്റത്തെ പറ്റിയിട്ട് സംവദിക്കാനുണ്ട്. ഇതിൻ്റെ തന്നെ അല്പായുരോഗ്യം, ദീർഘായുസ് പറഞ്ഞാൽ അല്പായുസും പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ വരാനുണ്ട്. ഒരുപാട് ഇനിയും നമുക്ക് എത്രയോ കാലം സംസാരിക്കാനുള്ള കാര്യങ്ങൾ യഥേഷ്ടം കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം. അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഓക്കെ.